നമസ്കാരം. ഇന്ന് കേരള കൗമുദിയുടെ എഡിറ്റോറിയൽ പേജിൽ ഡോക്ടർ ബി അശോകിൻ്റെ മനോഹരമായ ഒരു ലേഖനമുണ്ട്. അദ്ദേഹം സർക്കാരിൽ ഉന്നത പദവിയിൽ ഇരിക്കുമ്പോൾ തന്നെ പല വർഷങ്ങളിലും പല പ്രാവശ്യവും ലേഖനങ്ങൾ എഴുതാറുണ്ട്. കേരള കൗമുദിയിൽ ഫ്രീക്വൻ്റായി എഴുതുന്ന ആളാണ്. ആ ലേഖനത്തിൻ്റെ അവസാനം അഭിപ്രായം വ്യക്തിപരം എന്ന് അദ്ദേഹം വയ്ക്കാറുണ്ട്. അതുകൊണ്ട് സർക്കാരിൻ്റെ നയമല്ല എന്ന് അദ്ദേഹം പറയാറുമുണ്ട്. ചില ലേഖനങ്ങൾക്ക് അദ്ദേഹത്തിന് പണി കിട്ടിയിട്ടുമുണ്ട്. ചില പ്രശ്നങ്ങളൊക്കെ പിണറായി സർക്കാർ കുരുക്ക് വച്ചതിൽ ഈ ലേഖനവും ഒരു കാരണമായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങൾ വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ്. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചെയർമാനായിരുന്നു ഡോക്ടർ ബി അശോക്. അവിടുത്തെ ചെയർമാനായിരുന്ന കാലത്ത് അവിടുത്തെ യൂണിയൻ നേതാക്കളുമായി കൊമ്പ് കോർക്കേണ്ട അവസരം യൂണിയൻ നേതാക്കൾ ഉണ്ടാക്കി. പിന്നെ ഇദ്ദേഹവും വിടുന്ന ആളല്ല. രണ്ടു കൂട്ടരും അവരവരുടെ നിലപാടിൽ ഉറച്ചു നിന്ന് കുറേ പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോഴും KSEBയിലെ യൂണിയനുകളുടെയും അസോസിയേഷനുകളുടെയും ഒരു ശത്രുപക്ഷത്ത് തന്നെയാണ് ഡോക്ടർ ബി അശോക് നിൽക്കുന്നത്. അദ്ദേഹം സ്വകാര്യവൽക്കരണത്തിന് വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന ഒരു കോർപ്പറേറ്റ് ലെവൽ ചിന്താഗതിയുള്ള IAS-കാരനാണെന്നുള്ള ഒരു ആക്ഷേപം ശക്തമായി യൂണിയൻകാർ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായും രഹസ്യമായും പറയുന്നുമുണ്ട്. പക്ഷെ അതല്ല നമ്മുടെ ചർച്ചാ വിഷയം. എന്താണ് കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിയുടെ ആഴം എന്നാണ് ഡോക്ടർ ബി അശോക് അതിനകത്ത് പറയുന്നത്. അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. 2016-26 കാലത്ത് കേരളത്തിൽ ഊർജ്ജ മേഖലയിൽ നടക്കേണ്ടിയിരുന്ന, അതായത് പിണറായിയുടെ 10 വർഷക്കാലത്ത് ഇലക്ട്രിസിറ്റി ബോർഡിൽ നടക്കേണ്ടിയിരുന്ന കാര്യങ്ങൾ നടന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. കൃഷ്ണൻകുട്ടി മന്ത്രിയും MM മണി മന്ത്രിയുമായിരുന്നു അവിടെ ഇരുന്നത്. MM മണി ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്നു, കൃഷ്ണൻകുട്ടിയും ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്നു. MM മണി CPM-ൻ്റെ വലിയ നേതാവാണ്. സ്വാഭാവികമായിട്ട് യൂണിയൻകാർ പറയുന്നതിനപ്പുറം അദ്ദേഹത്തിന് ചലിക്കാൻ കഴിയില്ല. എന്തായാലും വളരെ സങ്കുചിതമായ താല്പര്യങ്ങളുടെയും ചില സംഘടനകളുടെ ഇടപെടലും കൊണ്ടാണ് കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി എന്നാണ് ഡോക്ടർ ബി അശോകിൻ്റെ ലേഖനത്തിൻ്റെ ഒരു പോയിന്റ്. 170 മെഗാവാട്ടുള്ള സ്ഥാപിത ശേഷി 2016-26 ജലവൈദ്യുത പദ്ധതികളിൽ കൈവരിക്കാൻ സാധ്യമായത് 75 മെഗാവാട്ട് കഷ്ടിച്ച് മാത്രമാണ്. 170 മെഗാവാട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന സമയത്ത് 75 മെഗാവാട്ട് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഈ പദ്ധതികളെല്ലാം തന്നെ ഒരു ദശാബ്ദമായി ഇഴഞ്ഞു നീങ്ങുന്നവയാണ്. മിക്കവാറും പദ്ധതികളെല്ലാം ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇഴഞ്ഞാണ് നീങ്ങുന്നത്. ഉപയോഗിക്കപ്പെടാതെ പോയ സോളാറിനെ കുറിച്ചും അദ്ദേഹം വേദനപ്പെടുന്നുണ്ട്. 21 വരെ ബോർഡ് തീരെ ശ്രമിക്കാതെ ഉപേക്ഷിച്ചിരുന്ന പുരപ്പുറത്തുള്ള സോളാർ ശേഷിയാണ് 21-22 ശേഷം കുതിച്ചുകയറ്റമുണ്ടായി. 22 ശേഷം കുറച്ച് മാറ്റമുണ്ടായി. കേന്ദ്ര PM സൂര്യാഘർ പദ്ധതിയിൽ നിർമ്മാതാക്കൾക്ക് കരാർ നൽകാൻ വൈകിയിരുന്നത് മതിയാക്കി 21-22 40-ലധികം കമ്പനികൾക്ക് പങ്കെടുക്കാനുള്ള അവസരം നൽകി. അവരുടെ 60% കേന്ദ്ര സബ്സിഡി കൂടി ലഭിച്ച ഗുണഭോക്താക്കളുടെയും വലിയ നിക്ഷേപമായി 1700 മെഗാവാട്ട് സൂര്യവൈദ്യുതി ഉണ്ടാക്കാൻ കഴിഞ്ഞു. എന്നാൽ ഇതൊന്നിച്ച് സൃഷ്ടിക്കേണ്ട സന്ധ്യയ്ക്കും രാത്രിക്കും വേണ്ട വൈദ്യുതി സംഭരണശേഷി കൈവരിക്കാൻ ബോർഡിലെ യൂണിയനുകൾ സമ്മതിച്ചില്ല. ഇത് വളരെ ഗൗരവതരമായ കേരള സമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. അല്ല യൂണിയൻ വേഴ്സസ് ബി അശോക് അല്ല. അവിടുത്തെ സംഘടന, ഇടതുപക്ഷ സംഘടനാ യൂണിയൻ വേഴ്സസ് ഡോക്ടർ ബി അശോക് എന്ന ചർച്ചയ്ക്കപ്പുറം കേരളത്തിലെ പൊതുസമൂഹം വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. ടാറ്റ പവറിൻ്റെ 10 മെഗാവാട്ട് ബാറ്ററി സ്റ്റോറേജ് സംവിധാനം കേന്ദ്ര വയബിലിറ്റി ഗ്യാപ്പ് മാതൃകയിൽ ടെക്നോ പാർക്ക് സബ്സ്റ്റേഷനിൽ ടെൻഡർ ഘട്ടം എത്തിയപ്പോഴാണ് ബോർഡ് യോഗം കഴിഞ്ഞയുടൻ ഓഫീസർ സംഘടന വലിയ പ്രതിരോധം സൃഷ്ടിച്ചു. എന്തിന് എന്നുള്ളത് ചോദ്യം വളരെ പ്രധാനമാണ്. 500 മെഗാവാട്ടിലെ ഏറെ കേരളത്തിൽ സാധ്യതയുള്ള പംപ്ഡ് ബാക്ക് സ്റ്റോറേജ് സാധ്യത റിപ്പോർട്ടും തയ്യാറാക്കാൻ ഇതിൽ വൈദഗ്ധ്യമുള്ള തെഹരി ഹൈഡ്രോ കോർപ്പറേഷനുമായി ധാരണാപത്രം ഒപ്പുവയ്ക്കാൻ നിർദ്ദേശം വച്ചിരുന്നു. അപ്പോൾ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവിടെയും യൂണിയൻകാർ ഇടപെട്ട് അവരുടെ വാക്കുകേട്ട് ഒറ്റവരി ഉത്തരവിൽ അത് വേണ്ട എന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് പോയി. KSEB സ്വയം നടപ്പാക്കിയാൽ മതി. 5 വർഷത്തിന് ശേഷം ഒരൊറ്റ പംപ്ഡ് ബാക്ക് ഹൈഡ്രോയുടെ DPR നമ്മുടെ കയ്യിലില്ല. 1700 മെഗാവാട്ടിൻ്റെ
മെഗാവാട്ടിന്റെ ജനങ്ങൾ നടപ്പിലാക്കിയ ഉൽപാദന മേഖലയിൽ 500 മെഗാവാട്ട് സംഭരിക്കാൻ വികേന്ദ്രിത സംവിധാനമോ ഗ്രിഡ് തല സംവിധാനമോ ഒരുക്കാൻ യൂണിയൻകാർ സമ്മതിച്ചില്ല. വീണ്ടും പ്രതിക്കൂട്ടിലേക്ക് യൂണിയൻകാർ കയറുകയാണ്. ഇതൊന്ന് മാത്രം ചെയ്താൽ വേനൽ വൈദ്യുതി ദാരിദ്ര്യം ഒഴിവാകുമായിരുന്നു. അപ്പോൾ സോളാറിന്റെ അമിതോൽപാദനം സംസ്ഥാനത്തുണ്ടായാൽ തീർച്ചയായിട്ടും അതിന്റെ സ്റ്റോറേജ് ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ ബൈബാക്ക് സിസ്റ്റമൊക്കെയാണ്, അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള KSB ഒരുക്കേണ്ട സംവിധാനങ്ങളിൽ വലിയ വീഴ്ചയാണ് ഡോക്ടർ ബി അശോക് ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഭൂമധ്യരേഖാ പ്രദേശത്ത് കിടക്കുന്ന ഇത്രയധികം വർഷത്തിൽ സൂര്യപ്രകാശം കിട്ടുന്ന മനോഹരമായൊരു സംസ്ഥാനം മറ്റൊരു ഇല്ല. അതുകൊണ്ട് തന്നെ ആ സൂര്യപ്രകാശത്തെ നമുക്ക് നാളിതുവരെ കൃത്യമായി പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ ഡോക്ടർ ബി അശോക് സൂചിപ്പിച്ചതുപോലെ കുറച്ച് പുരപ്പുറ സോളാർ സൂര്യഘർ പദ്ധതി, പ്രധാനമന്ത്രി ഘർ പദ്ധതിയൊക്കെ നടപ്പാകുന്നുണ്ടെങ്കിലും ഗൗരവമായി ഇതിനിയും ഒരുപാട് മുന്നോട്ട് പോകണം. അതിന് KSB വലിയ തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതുപോലെ സ്മാർട്ടാകാതെ പോയ സ്മാർട്ട് മീറ്റർ പദ്ധതിയും വളരെ പ്രധാനമാണ്. അതിൽ തൊഴിലാളികളുടെ ഒരു വലിയ ഇടപെടൽ അതിനകത്തുണ്ട്, കരാർ ജീവനക്കാരുടെ ഒരു വലിയ ഇടപെടൽ. ആ കരാർ ജീവനക്കാരെ നിലനിർത്തുന്നത് യൂണിയൻ നേതാക്കളാണെന്നും അതിന് യൂണിയൻ നേതാക്കൾക്ക് ചില പകിടയൊക്കെ കിട്ടുന്നുവെന്നുള്ളൊരു ആക്ഷേപവും അവിടെ അണിയറ രഹസ്യങ്ങളായി ഉണ്ട്. അത് അശോകന്റെ ലേഖനത്തിലില്ല, പക്ഷേ ഡോക്ടർ അശോകന്റെ ലേഖനത്തിൽ അതില്ല. പക്ഷെ അല്ലാതെ ഒരു അടുക്കള വർത്തമാനമുണ്ട്. ഈ കരാർ ജീവനക്കാരായി വച്ചിരിക്കുന്നവരുടെ കരാർ ശമ്പളത്തിന്റെ ചില തുകകളൊക്കെ വാങ്ങുന്ന ടീംസൊക്കെ അവിടെ ഉണ്ടെന്നാണ്. അറിയില്ല, അതെന്തായാലും പുതിയ ഗവൺമെന്റ് പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. എന്തായാലും ദീർഘകാല കരാറിലൊന്നും പറയുന്നതല്ല യഥാർത്ഥ വസ്തുത. 465 മെഗാവാട്ട് ദീർഘകാല വൈദ്യുതി കരാർ റദ്ദാക്കിയത് മാത്രമല്ല, എൽനിനോ വർഷത്തിലെ വേനൽക്കാല പ്രതിസന്ധി, ജലവൈദ്യുത മുതൽ സ്മാർട്ട് സിറ്റി വരെയുള്ള കാതലായ സാങ്കേതികവിദ്യ വാണിജ്യ തിരഞ്ഞെടുപ്പുകളിൽ യൂണിയന്റെ സമ്മർദ്ദത്തിൽ ബോർഡ് വരുത്തിയ ചില പിശകുകൾ കൂടിയാണ് ഇത് പ്രശ്നം. ദീർഘകാല കരാറുകൾക്ക് 2014 ഉറപ്പിച്ചുവെങ്കിൽ, അതായത് ആര്യാട് മുഹമ്മദിന്റെ കാലത്ത് ഉറപ്പിച്ചുവെങ്കിലും 4 കരാറുകളിൽ 2015 വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അപാകതകൾ കണ്ടെത്തി അംഗീകരിക്കാൻ വിസമ്മതിച്ചിരുന്നു. യഥാർത്ഥത്തിൽ റെഗുലേറ്റർ അംഗീകരിക്കാത്ത കരാർ വൈദ്യുതി നിയമത്തിൽ ഏർപ്പെടാൻ സാധ്യമല്ലല്ലോ. അങ്ങനെ ദർഗാസിൽ വേണ്ട വിധത്തിലല്ല ബിഡ് വിലയിരുത്തൽ നടത്തിയതെന്നതിനാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതി അവർ വ്യതിചലിച്ച ഭാഗത്തിന് വാങ്ങിയവരാണ് KSBയോട് റെഗുലേറ്ററി കമ്മീഷൻ 2015 നിർദ്ദേശിച്ചത്. വാങ്ങി വരാനാണ് നിർദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും അതെല്ലാം അദ്ദേഹം പറയുന്നു. കേരളത്തിൽ ആവശ്യമായ വൈദ്യുതി പ്രതിസന്ധി വളരെ വലുതാണ്. നമുക്ക് 2026 ജൂലൈയിലാകുമ്പോൾ 4600 മുതൽ 4800 വരെ മെഗാവാട്ട് നമുക്ക് ആവശ്യമായി വന്നു. 2025 അതിന് 3600 മെഗാവാട്ടേ ആയിരുന്നുള്ളൂ. അപ്പോൾ അതിൽ വലിയ വർധനമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. മഴ വളരെ വലിയ കുറയുന്നു. ഡാമുകളിൽ വെള്ളത്തിൻ്റെ അളവ് കുറവാണ്. ഇപ്പോഴും അത് ഡാമുകൾ നല്ല ഫുൾ സ്വിങ്ങിൽ വന്നിട്ടില്ല. അങ്ങനെ വളരെ വലിയ പ്രതിസന്ധികൾ നടക്കുമ്പോൾ അവസാനമായി ഒരു വാക്ക് കൂടി ഡോക്ടർ ബി അശോക് പറഞ്ഞു വയ്ക്കുന്നു. എന്തുകൊണ്ട് കേന്ദ്രത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളോ ഒക്കെ ചിന്തിക്കുന്നത് പോലെ നമുക്കും കൂടി ഇതിനെ കുറച്ചുകൂടി വികേന്ദ്രീകൃതമായി സ്വകാര്യ മേഖലകൾക്ക് കൂടി ഇതിനകത്തൊരു അവസരം കൊടുത്തുകൂടാ എന്നൊരു ചോദ്യമാണ് ഡോക്ടർ ബി അശോക് ലേഖനത്തിൽ ഉന്നയിക്കുന്നത്. ഇന്നിപ്പോൾ റോക്കറ്റ് വിക്ഷേപണവും സാറ്റലൈറ്റുകളും അതുപോലെ ബഹിരാകാശ സംവിധാനം വരെ സ്വകാര്യ മേഖല നിർമ്മിക്കുമ്പോൾ കേവലം വൈദ്യുതി വിതരണവും ഉൽപ്പാദനവും പൊതുമേഖലയിൽ മാത്രം ഒതുക്കണമെന്ന് പറയേണ്ട കാര്യമില്ല. 49% ഓഹരിയെങ്കിലും വൈദഗ്ധ്യമുള്ള കമ്പനികൾക്ക് കൈമാറുകയും കമ്പനി വിഭജിച്ച് ഉൽപ്പാദനത്തിലേറെ കേന്ദ്രീകരിക്കുകയുമാണ് വേണ്ടത്. ഒരു ബിസിനസ് എന്ന നിലയിൽ ഉൾക്കാഴ്ചയില്ലാത്ത മുട്ടുശാന്തി സമീപനങ്ങൾ ഇനി ഊർജ്ജ മേഖലയിൽ വിലപ്പോവില്ല. ഒരു കാര്യം പറയട്ടെ, അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് നമ്മുടെ ഒരു പിൻകുറിപ്പാണ്, ഒരു കമൻ്റാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡാണ്, അല്ലാതെ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ അവിടെ ലാഭത്തിനനുസരിച്ചുള്ള വലിയ ബോണസ് കൊടുക്കും. ആ ബോണസ് കൊടുക്കുന്നതിനെ കുറിച്ച് വലിയ ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്, അതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് കമ്പനി ആക്ട് അനുസരിച്ചുള്ളൊരു സംവിധാനമാകുമ്പോൾ കൊടുക്കേണ്ടിയും വരും. കമ്പനിക്ക് ഷെയർ അനുസരിച്ച് ലാഭനഷ്ടങ്ങൾ വീതിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ബോണസിൻ്റെ രൂപത്തിലും പിന്നെ ഉയർന്ന ശമ്പളമാണ് എന്നൊരു ആക്ഷേപമാണ്. നമുക്ക് അങ്ങനെ അഭിപ്രായമൊന്നുമില്ല. കാരണം അത് നമുക്ക് ആ ശമ്പള പാറ്റേണിൻ്റെ രീതി നമ്മൾ പരിശോധിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അഭിപ്രായമില്ല. പക്ഷേ
അങ്ങനെ ഒരു ആക്ഷേപം പലപ്പോഴും ഉയർന്നു വരാറുണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിനെ കുറിച്ച്. മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ബെവ്കോ കോർപ്പറേഷനൊക്കെ പോലെ വലിയ ശമ്പളമാണ് ഇവിടെ കൊടുക്കുന്നത്. എന്തായാലും ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കിയത് കാലാനുസൃതമായ പരിഷ്കാരങ്ങളും അതുപോലെ തന്നെ ആവശ്യമായ പ്രൊഫഷണലിസവും ഒക്കെ കൊണ്ടുവരാനാണ്. ഇവിടെ മീൻവല്ലം ഹൈഡൽ പ്രോജക്റ്റ് മുതൽ മിനി പ്രോജക്റ്റുകളെ അവർക്ക് നാമമാത്രമായ മിനി പ്രോജക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ന്യായങ്ങൾ പറഞ്ഞ് മിനി പ്രോജക്റ്റുകളെ എതിർത്തില്ലാതാക്കിയ ഒരു കാലഘട്ടം. സോളാർ പദ്ധതിയെ കുളിപ്പിച്ച് കിടത്തി, ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് പറ്റുന്നതൊക്കെ നമ്മൾ കുളിപ്പിച്ച് കിടത്തും. എന്നിട്ട് വൈദ്യുതി ഇല്ലാത്തതിന് ബുദ്ധിമുട്ട് പറയും. അതുകൊണ്ട് തന്നെ ഡോക്ടർ ബി അശോകൻ്റെ ഈ ലേഖനം വെച്ചുകൊണ്ട് യൂണിയൻകാരെ മുഴുവൻ തള്ളിപ്പറഞ്ഞുകൊണ്ട് ചെയ്യണമെന്നൊരു അഭിപ്രായം നമുക്കില്ല. അവർ വിശ്വാസത്തിലേക്ക് വരണം. വിശ്വാസത്തിൽ എടുക്കുക എളുപ്പമല്ല, കാരണം അവരവരുടെ കാര്യം മാത്രം പറയും, അത് പറ്റത്തില്ല. പൊതു കാര്യം കൂടി പറയുന്ന നിലയിൽ ചർച്ചയിലേക്ക് അവരും വരണം. വളരെ കൃത്യമായ ചർച്ച നടക്കട്ടെ. സ്വകാര്യ മേഖല, പൊതുമേഖല, ആ മേഖല, ഈ മേഖല എന്നൊക്കെ പറഞ്ഞ് ബഹളമുണ്ടാക്കാതെ പബ്ലിക് പ്രൈവറ്റ് പഞ്ചായത്ത് പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് ആലോചിക്കണം. മലയാളിയുടെ കയ്യിൽ പണമുണ്ട്, ആ പണം വാങ്ങാൻ കൃത്യമായ പുതിയ പാക്കേജുകൾ ഉണ്ടാകട്ടെ. അത് KSEBയിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ.